അപ്പൊ ഇന്നലെ അഹാന കൃഷ്ണ അവളുടെ യൂട്യൂബിൽ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. അതിന് നിമിഷം തന്നെ എത്ര 1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടി. നല്ല വൈറലായ ഒരു വീഡിയോ ആണ്. അപ്പൊ അതിൽ കണ്ടന്റ് വേറെ ഒന്നല്ല, ആസ് യൂഷ്വൽ അവരുടെ ഫാമിലി പ്രോബ്ലംസ്. എന്നിട്ട് ഈ പ്രാവശ്യം എന്തോ അമ്മാമയായിട്ടുള്ള എന്തോ ഇഷ്യൂ ഒക്കെ. ഓഫ് കോഴ്സ് എനിക്ക് ഈ വക ഇവരുടെ ഫാമിലി പ്രോബ്ലംസിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ മസാല കാര്യങ്ങളൊന്നും ഇടപെടാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ലാത്ത ആളാണ്. അതിലെന്തെങ്കിലും കഴമ്പുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അതിൽ ഇൻവോൾവ് ആവുള്ളൂ. അന്ന് ഹൻസികയുടെ ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതായിട്ട് ബന്ധമുള്ള കാര്യം തന്നെ, പക്ഷെ വേറൊരു പെർസ്പെക്റ്റീവാണത്. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മുടെ അമേരിക്കയിലൊരു ഫാമിലി ഉണ്ട്, കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, എല്ലാവർക്കും അറിയണമെന്നില്ല. ഒരു കർദാഷിയാൻ ഫാമിലി, ഒരു കിം കർദാഷിയാൻ, പിന്നെ കൈലി ജെന്നർ, പിന്നെ കെൻഡൽ ജെന്നർ. യുവജനങ്ങൾക്കൊക്കെ ഇതിനോട് അറിയായിരിക്കും. അപ്പൊ ആ ഒരു ഫാമിലി ആയിട്ട് നമ്മുടെ ഈ അഹാനയുടെ ഫാമിലിക്ക് ഒരു ബന്ധമുണ്ട്. ബന്ധം വെച്ചാൽ ഒരു സിമിലാരിറ്റി. അപ്പൊ ഞാൻ ഈ കർദാഷിയൻ ഫാമിലിനെ എനിക്ക് പണ്ടോട്ട് അറിയാം. അതായത് ഞാൻ ഇതിലൂടെ ഇന്റർനാഷണൽ ലെവൽ പൊളിറ്റിക്സ് ആയാലും അല്ലെങ്കിൽ ന്യൂസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ അവർ ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ക്യാഷാണ്, അവർ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ അവർ ഫേമസ് ആവേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അവര് ഈ മണിയൊക്കെ ഉണ്ടാക്കിയതിന്റെ ഒരു മെയിൻ കാര്യം മോഡലിംഗ് ഉണ്ട്. ഓഫ് കോഴ്സ് അപ്പം ഇവരൊക്കെ ഒരു മോഡലിംഗ് ഫീൽഡാണ്. ഇപ്പോൾ കിം കർദാഷിയാൻ ആണെങ്കിലും പിന്നെ കൈലി ജെന്നറൊക്കെ ഫേമസ് മോഡൽസ് ഒക്കെയാണ്. വലിയ വലിയ ബ്രാൻഡ്സ് ആയിട്ട് കൊളാബ് ഒക്കെ ചെയ്യുന്ന ടീംസ് ആണ് അവര്. അപ്പൊ അതില് ഇവർക്കൊരു ഷോ ഉണ്ട്, ഒരു സീരീസ് പോലെ. ഈ വെബ് സീരീസ് പോലല്ല, ഒരു സീരീസ്, ജെന്യൂൻ സീരീസ്. അതിന്റെ പേരെന്ന് വെച്ചാൽ ദ കർദാഷിയാൻസ്. ഇവരുടെ വീട്ടുമാര് വെച്ചിട്ട് തന്നെ ഷോന്റെ പേര്. അപ്പൊ അതിലുള്ള സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഈ കർദാഷിയൻ ഫാമിലിയിലുള്ള ഈ കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള ഈ മസാല പറഞ്ഞ മനസ്സിലായില്ലേ. ഇപ്പോ അതിൽ അമ്മമാരുണ്ട്, അമ്മമാരുണ്ട്. അതൊരു സ്ത്രീ ഓറിയന്റഡ് ഫാമിലിയാണ് അവർ. കാരണം അവരുടെ ഫാമിലിയിൽ പുരുഷന്മാരില്ല. പുരുഷന്മാരുള്ളതൊക്കെ മൊണ്ണകളും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കിം കർദാഷിയൻ അതിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പുത്രിയാണ്. കുറെ പേർക്ക് അറിയായിരിക്കും. അവളുടെ ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ കാണിച്ച് ജീവിക്കണ ഒരു ഏർപ്പാടുള്ള പരിപാടിയാണ്. ഞാൻ അതിന് അഗെയിൻസ്റ്റ് ഒന്നല്ല, അതൊക്കെ ഒരു ആർട്ടായിട്ട് ഞാൻ കാണണം. പക്ഷെ സൊസൈറ്റി അങ്ങനെയല്ല കാണാം. അപ്പൊ അതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് തന്നെ ഒരുപാട് കാമുകന്മാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കും, ഡൈവേഴ്സ് ആവും, കല്യാണം കഴിക്കും, ഡൈവേഴ്സ് ആവും എന്നാണ് ഒരു പരിപാടി. ഒരിടയ്ക്ക് അവള് കാനിയ വെസ്റ്റിനെ അറിയില്ല, കാനിയ വെസ്റ്റ് ആളായിട്ട് കല്യാണം കഴിച്ചിരുന്നു. ഇപ്പൊ കൈലി ജെന്നർ, ഈ കിം കർദാഷിയന്റെ ഒരു പെങ്ങളാണ് കൈലി ജെന്നർ. അവള് ഒരിടയ്ക്ക് ട്രാവിസ് സ്കോട്ടിന് കല്യാണം കഴിച്ചപ്പോൾ ഡൈവേഴ്സ് ആയി. ഒരു പിള്ളേരുണ്ടാക്കും, ഡൈവേഴ്സ് ആവും, പിള്ളേരുണ്ടാക്കും, ഡൈവേഴ്സ് ആവും. അതാണ് ഇവരൊരു പാറ്റേൺ. എല്ലാവരും അല്ലെങ്കിലും ഇവരത്ര 7-8 പിള്ളേരുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ കിം കർദാഷിയാനും കൈലി ജെന്നറും ഒരു അമ്മയുടെ മക്കളാണ്. പക്ഷെ രണ്ടുപേർക്കും ഇനീഷ്യൽ ഡിഫറൻറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്തമാര് ഡിഫറൻറ്റാണ്. അതായത് ആ ഫാമിലി പുരുഷന്മാർക്കല്ല ഇമ്പോർട്ടൻസ് പറഞ്ഞ മനസ്സിലായ. അപ്പൊ നമ്മൾ ഈ അഹാനയുടെ ഫാമിലി എടുത്താലും ഇപ്പൊ കൃഷ്ണകുമാറിനെ എല്ലാവർക്കും അറിയാം. പിന്നെ അവരുടെ ഫാമിലിയിലും പുരുഷന്മാർക്ക് അത്ര ഇമ്പോർട്ടൻസ് എന്ന് എനിക്ക് തോന്നണം. അല്ലെങ്കിൽ ഒരു പവർഫുൾ മെൻ അല്ല, അവരൊരു സ്ത്രീ ഓറിയന്റഡ്, അല്ലെങ്കിൽ പെണ്ണുകാണ് അവിടെ ഇതിനോടും അതോറിറ്റേറിയൻ. എനിക്ക് മനസ്സിലായതിട്ടാ. ഇപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്തിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പൊ കർദാഷിയൻ ഫാമിലി എടുത്താലും ഇപ്പൊ അഹാനയുടെ എടുത്താലും സ്ത്രീകളാണ് ഇതിനോടും അതോറിറ്റി കീപ്പ് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായി. പുരുഷന്മാര് പച്ചയ്ക്ക് വേണമെങ്കിൽ മൊണ്ണകൾ പോലെ എനിക്ക് തോന്നിയാണ് ഇവരുടെ ഫാമിലികളിലൊക്കെ. അപ്പൊ ആ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഒപ്പം തന്നെ ഇവര് ചെയ്യണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി ലൈഫ് കച്ചവടമാകും. ഇവരുടെ ഫാമിലി നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ അതിനൊക്കെ കച്ചവടമാക്കിയിട്ടാണ് പൈസ ഉണ്ടാക്കണം. പറഞ്ഞു മനസ്സിലായ. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഇതാണ് സംഭവം. അതിന്റെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അതാണ് കാര്യം. അത് ഞാൻ പറഞ്ഞിരുന്ന ആൾക്കാർക്ക് പറഞ്ഞു മനസ്സിലായ. അപ്പൊ ഇവരും ഈ അഹാനയുടെ ഫാമിലിയും ഇപ്പൊ ചെയ്യണത് അത് തന്നെയാണ്. എനിക്ക് കുറെ നാളായിട്ട് ഇവർ ചെയ്യണ കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി സിമിലാരിറ്റി എനിക്ക് തോന്നണം. അതായത് അവർ ചെയ്യണത് എന്തോ അതന്നെ ഇവിടെയും ചെയ്യണേ. അവിടെ ഇത് ഇത്തിരി ലോ ക്വാളിറ്റി പോലെ ഫീൽ ചെയ്യുന്നുള്ള, വേറെ വ്യത്യാസമൊന്നുമില്ല. അതിലത്തെ കണ്ടന്റ് ഒക്കെ സെയിം തന്നെ. ഇപ്പൊ കർദാഷിയൻ ഫാമിലി ആണെങ്കിലും ഇപ്പൊ അഹാനയുടെ ഫാമിലി ആണെങ്കിലും ചെയ്യണ കണ്ടന്റ് ഒക്കെ ഏകദേശം സിമിലാരിറ്റി ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിൽ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹൻസികയുടെ ഒരു ഇഷ്യൂ വന്നില്ലേ. ഈ ഹൻസികയുടെ ഇഷ്യൂവിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇവർ പൈസ ഉണ്ടാക്കാനായിട്ട് ഏതറ്റം വരും, എന്തും ചെയ്യും. പറഞ്ഞു മനസ്സിലായ. അന്ന് ഹൻസികയ്ക്ക് ഇത്രയ്ക്കും ബാക്ക്ലാഷ് ഉണ്ടായതുകൊണ്ട് മാത്രം അവൾ പിന്തിരുന്നതിന്. ഇപ്പോഴും പിന്തിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്കൗണ്ട് ഒക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞു സബ്സ്ക്രിപ്ഷൻ ഒക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരുടെ ഫാദർ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഫിനാൻഷ്യൽ ട്രബിൾസ് ഒക്കെ പണ്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ എന്ത് മുഖേനയും പൈസ ഉണ്ടാക്കണം. പിന്നെ അഹാനയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടുവന്നിട്ട് മണി ഈസ് എവരിത്തിങ് എന്നൊക്കെ അവള് പറയും. പൈസ ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നൊക്കെ അവള് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിൽ സത്യമുണ്ട്. ഈ പറഞ്ഞ പോലെ പൈസ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ പൈസ അല്ല ഹാപ്പിനെസ്, പൈസ അല്ല. പക്ഷെ പൈസ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് ലൈഫ് വെച്ചുകൊണ്ട് ഈസി ആവും, കാര്യങ്ങളൊക്കെ നടക്കും. ഓഫ് കോഴ്സ് അത് ശരിയാണ്. പക്ഷെ അതിൽ തന്നെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് പൈസ ഇമ്പോർട്ടന്റ്, അതുകൊണ്ട് പൈസക്ക് വേണ്ടി എന്തും ചെയ്യാം. പറഞ്ഞു മനസ്സിലായ. അതാണ് ഹൻസികയുടെ ആ ഒരു ആക്ഷനിൽ എനിക്കൊന്ന് മനസ്സിലായത്. ഒപ്പം തന്നെ ഇവര് ഫാമിലി നടക്കുന്ന നോക്കി നോക്കി. അതായത് അമ്മാമേനെ വരെ വിറ്റ് പൈസ ഉണ്ടാകുന്ന ഒരു ഏർപ്പാട്. അതായത് ഇപ്പൊ ഉള്ളതൊക്കെ ജെന്യൂൻ കാര്യങ്ങളായിരിക്കും. കർദാഷിയൻ ഫാമിലി എടുത്താലും അതിൽ നടക്കുന്നതൊക്കെ ഒരു പരിധി വരെ ജെന്യൂൻ കാര്യങ്ങൾ തന്നെയാണ്. അതായത് അവരുടെ ഫാമിലി നടക്കുന്നതൊക്കെ റിയൽ സംഭവം തന്നെ അവർ വിൽക്കണമെന്ന് പറഞ്ഞു മനസ്സിലായ.
അതെങ്ങനെ ഒരാൾക്ക് പറ്റണം എനിക്ക് മനസ്സിലാവുള്ളൂ. അതിപ്പോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുള്ള നമ്മൾ പരമാവധി അതിന്റെ ഉള്ളിൽ തന്നെ വെക്കാനും ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള നമ്മുടെ മൈൻഡിൽ തന്നെ വെക്കാനും ശ്രമിക്കുക. പറഞ്ഞ മനസ്സിലായ? അല്ലാണ്ട് ഇത് പബ്ലിക്കാക്കി വിറ്റ് അതൊരു ബിസിനസ്സാണ്. ഓഫ് കോഴ്സ് അതിലൊരു സ്മാർട്ട് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിലൊക്കെ. പക്ഷെ ഇതാണ് സംഭവം. പറഞ്ഞ മനസ്സിലായി? ഈ കർദാഷിയൻ ഫാമിലി ആയാലും ഇപ്പൊ അഹാനയുടെ ഫാമിലി ആയാലും ഇപ്പൊ കുറെ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഈ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുക. ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങളിലൂടെ ഇവര് ഒരു കോൺട്രവേഴ്സി, അതായത് എപ്പോഴും എയറിൽ നിൽക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ പേര്, അതായത് അഹാന കൃഷ്ണ, ഹൻസിക കൃഷ്ണ, ആ പേരുകൾ എപ്പോഴും വൈറലായി നിന്ന് കഴിഞ്ഞാൽ ഇവര് ബാക്കി എന്ത് ഇപ്പൊ മോഡലിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ കൊളാബൊക്കെ ചെയ്യുമ്പോൾ അതൊരു കുറെ യൂട്ടിലൈസ് ചെയ്യും, കുറെ ഉപകാരപ്പെടും. പറഞ്ഞ മനസ്സിലായ? ആ ഒരു എപ്പോഴും ഹൈപ്പിൽ നിൽക്കണം നല്ലതാണ്. അപ്പൊ അതിനുവേണ്ടി ഇവര് ഇടയ്ക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതാണോന്നും എനിക്ക് സംശയമുണ്ട്. ഈ ഹൻസികയുടെ ഇഷ്യൂ ആണെങ്കിൽ അതൊക്കെ കാരണം ആദ്യം അവർ മുതലെടുക്കും. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യാമെന്ന് ഇവർ ആദ്യം ചിന്തിക്കുക. ആ കാർദാഷ്യൻസ് തന്നെ ചിന്തിക്കുക. ഇപ്പൊ ആ കിം കാർദാഷ്യന്റെ ന്യൂഡൊക്കെ ഇറങ്ങിയിട്ട് അവരിടയ്ക്ക് ന്യൂഡ് ഇറങ്ങിയപ്പോ അവർക്ക് അതിന് വിഷമമൊന്നുമില്ല. വേറെ ലോ സ്യൂട്ടൊക്കെ പേരിന് കൊടുക്കുന്നല്ലാണ്ട് അത് അവരെങ്ങനെ കച്ചവടമാക്കി മാറ്റാന്ന് ആലോചിക്കുക. പറഞ്ഞ മനസ്സിലായി? ബിസിനസ് ആണ് ഇവർക്ക്. അതിനാണ് ഇവിടെ എക്സാക്ട്ലി നടക്കുന്നത് ഈ അഹാനയുടെ കേസിൽ എനിക്ക് തോന്നണേ. കാരണം അമ്മാമ മറ്റേത് മറിച്ചത് ഞാൻ വേറൊരു എന്നിട്ട് അവരെന്നെ എന്നിട്ട് അമ്മേനെ നോക്കണില്ല എന്തിട്ടേക്ക് ഇവര് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കാണാൻ ആൾക്കാരുണ്ട്. ഈ മസാല, പിന്നെ നമ്മുടെ മസാല യൂട്യൂബ് ചാനലുകൾ. ഇപ്പൊ എനിക്ക് ഈ വക വിഷയത്തിൽ ടച്ച് ചെയ്യാൻ വലിയ താല്പര്യമില്ല. എന്തെങ്കിലും കാണുമ്പോൾ കാര്യം ഇതിന് ടച്ച് ചെയ്യുന്നല്ലാണ്ട് ഈ കർദാഷിയൻ ഫാമിലീസിന്റെ ഒപ്പം ഇതുപോലെ കുറെ വാലുകൾ പോലെ കുറെ മസാല മീഡിയാസ് ഉണ്ടായിരുന്നു. കാരണം അവരെന്തെങ്കിലും തുമ്പിട്ട് കൊടുക്കും, ഇവരത് പെരുപ്പിച്ച് കാണിക്കും. അപ്പോൾ അവർക്കും ഗുണം ഇവർക്കും ഗുണം. അതായത് ആ കർദാഷിയൻസിനും ഗുണം ഈ മീഡിയസിനും ഗുണം. അതുപോലെ തന്നെ അഹാനകൃഷ്ണൻ ഒരു വീഡിയോ ഇടുമ്പോ അതിനെ ഒരു 10 വീഡിയോ ചെയ്യാൻ വേറെ ആൾക്കാരും വരും യൂട്യൂബിൽ. അപ്പൊ എന്താണ് ഇവർക്കും ഉപകാരം അവർക്കും ഉപകാരം. അതായത് ആഹാന ഒരു എല്ലും കഷ്ണം ഇട്ട് കൊടുക്കും, അത് കടിച്ചു തൂങ്ങി കുറെ യൂട്യൂബേഴ്സ് ഇവരുടെ വീട്ടിലത്തെ മസാല വിളമ്പിക്കൊണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലായി? ഇതൊക്കെ മലയാളികൾക്ക് ഇത് കേൾക്കാനായിട്ട് കൂടുതൽ താല്പര്യം. അതായത് ഇപ്പൊ ഒരു വേറൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇപ്പൊ നാടിന് വേണ്ട ഒരു കാര്യത്തേക്കൊക്കെ കൂടുതൽ ഹൈപ്പുള്ളത് ഈ വക വിഷയങ്ങളൊക്കെ. പറഞ്ഞ മനസ്സിലായ? അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ കേരളത്തിലത്തെ ഒരു മിനി കർദാഷ്യൻ ഫാമിലിയാണ് അഹാനയുടെ ഫാമിലി, എനിക്ക് മനസ്സിലായത്.